ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. നമ്മളിതാ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഞാനില്ലേ ഇപ്രാവശ്യം സ്വന്തമായിട്ട് എനിക്ക് റൂം വേണമെന്ന് വിചാരിച്ചിട്ട് സാധാരണ ബ്രദറിൻ്റെ റൂമിലും ഉമ്മാൻ്റെ റൂമിലെല്ലാം നിൽക്കല്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കുട്ടികളെയും കൂട്ടിയിട്ട് വരുമ്പം ഒറ്റയ്ക്ക് റൂം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റൂം എടുത്തതാണ് കേട്ടോ. പക്ഷേ ഇല്ലേ ഇവരെ സർവീസ് ഒട്ടും കൊള്ളൂല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ കയറിയ പാടന്നെ ക്ലീൻ ആക്കാത്ത റൂമാണ്. അതുപോലെ തന്നെ ബാത്റൂമിൽ വെള്ളത്തിൻ്റെ ഇഷ്യൂ കാര്യങ്ങൾ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ എന്തെല്ലോ പ്രശ്നങ്ങൾ. നമ്മളാണെങ്കിൽ ഒരു മാസം ഈ റൂമിൻ്റെ വാടക എന്ന് പറയുമ്പം 2,23,000 എങ്ങാനുമാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ അത്രയും പൈസ കൊടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലത്തെ നല്ലൊരു സർവീസും കാര്യങ്ങളും നല്ല എക്സ്പീരിയൻസ് അവർ തരണ്ടേ. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് റൂം മാറാൻ തീരുമാനിച്ചിട്ടുണ്ടായിനി. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല അടിപൊളി റൂം കിട്ടിയിട്ടുണ്ടായിനി. അതിലും കുറച്ച് പൈസ കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ നല്ല റൂം തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ കിച്ചണെല്ലാം അടിപൊളി തന്നെയാണ് കേട്ടോ. റൂമെല്ലാം അടിപൊളിയാണ്, പക്ഷേ സർവീസ് ശരിയില്ല. ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. എന്താ പറയുക, നമ്മൾ തന്നെ വന്നിട്ട് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ വെള്ളം പോകുന്നില്ല. എന്താ പറയുക, അവർ യൂസ് ചെയ്ത ആ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അലക്കാനിട്ടിട്ട് ആ വാഷിംഗ് മെഷീൻ വർക്കും ചെയ്യുന്നില്ല. അത് അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് റൂം മാറിയാന്ന് കേട്ടോ ചെയ്തിട്ടുണ്ടായിനി. റൂമെല്ലാം മാറി നമ്മളിതാ പുതിയ റൂമിലേക്കുള്ള ഗ്രോസറി ഷോപ്പിങ്ങിന് വന്നതാണ്. കാര്യം റമദാൻ്റെ എന്താ പറയുക നോമ്പല്ലല്ലേ, അപ്പം ഫുൾ സാധനം വേണം. നമ്മളൊരു വീട്ടിലേക്ക് എങ്ങനെയാണോ കയറുന്നത് അതുപോലെ ഫുൾ ഐറ്റംസ് എനിക്ക് വേണേനു. നമ്മളിതാ ദേര സിറ്റി സെൻറ്ററിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ആദ്യം കയറൽ ഈ ഒരു മോമോസിലേക്കാണ്. അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എല്ലാം അങ്ങനെ നോക്കിയിട്ട് എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എല്ലാം അങ്ങനെ ഒരു നോക്കിയിട്ട് എടുക്കലാണ്. നമ്മൾ പിന്നെ വീട്ടിലേക്കുള്ള ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങാൻ വേണ്ടിക്ക് ഞാനും ഉമ്മയും അങ്ങനെ പോക്കാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ എന്നിട്ട് ഇവിടുത്തെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വലിയ ആളായി കഴിഞ്ഞാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് എടുക്കാൻ തോന്നും അങ്ങനെ. അപ്പോൾ ഇതാ ഒരു രണ്ടാളും ഞാനില്ലേ എന്തെങ്കിലും ട്രിപ്പും കാര്യങ്ങളും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പോക്കറ്റ് മണി ആയിട്ട് എന്തെങ്കിലും കൊടുക്കും കേട്ടോ. പിന്നെ അവർ നമ്മളോട് ചോദിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മാസം അല്ലാന്നുണ്ടെങ്കിൽ 2 മാസത്തേക്ക് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും ചിലവാക്കണമെന്നും അറിയും. അങ്ങനെ ഇതാ ഇവിടുന്ന് ഞാൻ എടുക്കലും വാട്ടർ ബോട്ടിലും കാര്യങ്ങളെല്ലാം എടുക്കലുണ്ട്. ഇവിടെ നല്ല നല്ല ചിലപ്പോൾ എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കിട്ടും. കിച്ചണിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഈ അരിയെല്ലാം അരിക്കുന്ന സാധനങ്ങൾ കാര്യങ്ങൾ എല്ലാം കിട്ടലുണ്ട്. ഇപ്രാവശ്യം ഏതായാലും ഞാൻ പാത്രങ്ങളൊന്നും അങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ട്രെൻഡുള്ള തന്നെ ഇപ്പം നല്ല വില കുറവിൽ പാത്രങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുക കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിൽ എത്രയോ വില കുറവിൽ ഇപ്പം എല്ലാ പാത്രങ്ങളും പിന്നെന്താ ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങൾ എല്ലാം ട്രെൻഡുള്ള അവൈലബിൾ ആണ്. അപ്പോൾ ഇല്ലേ നിങ്ങൾ ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ up to 60% ഓഫറും കൂടി ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇല്ലേ ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിനെ. 22 ദിർഹംസ് എങ്ങാനും ആണ്. ഇൻഷാല്ലാ നാട്ടിൽ പോകുമ്പോൾ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളില്ലേ കുട്ടികളെ അവിടെ ആക്കിയിട്ട് ഇവിടെ കാരിഫോറിൽ വന്നിട്ടുണ്ട്. കാര്യം എന്താ പറയുക, റൂമിലൊരു സാധനമില്ല. നമ്മൾ എന്താ പറയുക ഒരു പുതിയ വീടെടുത്തിട്ട് എങ്ങനെയാണെന്നോ കയറണ്ടേ അങ്ങനെ എല്ലാ ഐറ്റംസും വേണം. ചായപ്പൊടി കാര്യങ്ങൾ അങ്ങനെ എല്ലാ ഐറ്റംസും വേണം. പിന്നെ പാത്രങ്ങളെല്ലാം റൂമിൽ തന്നെ ഉണ്ട് കേട്ടോ. ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും കപ്പാണെന്നുണ്ടെങ്കിലും പ്ലേറ്റ് സെറ്റ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ കുക്കിംഗ് പോട്ടും കാര്യങ്ങളും എല്ലാം റൂമിലുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം എന്തായാലും വാങ്ങണം. പിന്നില്ലേ ഈ ഒരു ഐഡിൻ്റെ ഇഡ്ഡലി ദോശ ബാറ്റർ അടിപൊളിയാണ് കേട്ടോ. ആരെങ്കിലും വാങ്ങാത്തവരാണെങ്കിൽ വാങ്ങി നോക്കിക്കോ. പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു പൂ പോലത്തെ ഇഡ്ഡലി കിട്ടും കേട്ടോ. ഉമ്മ അധികം എടുക്കുന്ന കാണാം, ഉമ്മക്ക് ഇഷ്ടമൊന്നും അധികം ഉമ്മ വീഡിയോ കോളെല്ലാം ചെയ്യുമ്പോൾ നല്ല അടിപൊളി എന്താ പറയുക ഇഡ്ഡലി കാണുമ്പോൾ ഞാൻ ചോദിക്കലുണ്ട് ഉമ്മ ഉണ്ടാക്കിയതോന്ന്. അപ്പോൾ ഉമ്മ അറിയും ഇങ്ങനെ ഐഡിൻ്റെ ബാറ്റർ നല്ലതാണെന്ന് പറയും. ഇപ്രാവശ്യം എന്തായാലും 1 മാസത്തേക്കുള്ള ഗ്രോസറിയും കാര്യങ്ങളെല്ലാം ഷോപ്പ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം ഇപ്രാവശ്യം നമ്മൾ
ഇങ്ങനെ കറങ്ങുക ടൂർ അടിക്കുക അങ്ങനത്തെ രീതിയിലൊന്നും വന്നതല്ല. എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വന്നതാണ്. എന്താ ബിസിനസ് എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ലൂ, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്ത. ഇൻഷാ അല്ലാ പതിയെ പതിയെ കാര്യങ്ങൾ ഞാൻ വീഡിയോ തന്നെ ഷെയർ ആക്കും കേട്ടോ. പിന്നെന്താ, അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും എടുക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളും, പിന്നെന്താ അരി, പഞ്ചസാര, അങ്ങനെ എല്ലാ ഐറ്റംസും അങ്ങനെ നോക്കിയിട്ട് എടുക്കലാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചില ടൈമെല്ലാം നല്ല ഓഫറെല്ലാം ഉണ്ടാവലുണ്ട്. പിന്നെ എന്താ പറയുക, മയോണീസ്, കെച്ചപ്പ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം എടുക്കലാണ്. റൂമിൽ നിന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കും. കാര്യം കഴിഞ്ഞ എന്താ പറയുക ദുബായ് വ്ളോഗെല്ലാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ അധികം പുറത്ത് ഫുഡ് കഴിക്കലും കറങ്ങാൻ പോക്കെല്ലാം ഒന്ന്. പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾക്കൊരു ഹോംലി ഫീലുള്ള വീഡിയോസ് തന്നെയായിരിക്കും കേട്ടോ ഉണ്ടാവുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാൻ്റെ ടൈമാണ്. പിന്നെ ഞാനങ്ങനെ ട്രിപ്പ് അടിക്കാന്നുള്ള ഇതിലൊന്നല്ല വന്നേ. അതുകൊണ്ട് തന്നെ എല്ലാ റെസിപ്പി വീഡിയോയും വ്ളോഗും ഒരു വീട്ടിൽ ഞാൻ എന്താണോ ചെയ്യുന്ന ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തു പോകുന്ന വീഡിയോസും കാര്യങ്ങളും ഞാൻ ഷെയർ ആക്കാം. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിന് എല്ലാ ദിവസവും വീഡിയോ ഇടണേ, എല്ലാ വിശേഷങ്ങളും ഷെയർ ആക്കണേന്ന്. ഇൻഷാ അല്ലാ മാക്സിമം എനിക്ക് പറ്റാവുന്ന വീഡിയോസ് എല്ലാം ഷെയർ ആക്കാം. കാര്യം നാട്ടിലുള്ള പോലത്തെ പണികളൊന്നും എന്തായാലും ഗൾഫിലുണ്ടാവില്ല. ഗൾഫിൽ റൂമിൽ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല. കുക്ക് ചെയ്യുക, പിന്നെ പുറത്ത് കറങ്ങാൻ പോവുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നാട്ടിലാണെങ്കിൽ ഒരു വീട് മൊത്തം മാനേജ് ചെയ്യണം. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഇവിടെ നിന്നില്ലേ ഞാൻ എൻ്റെ വീട്ടിൽ കൂടുതലിൻ്റെ ടൈം അധിക സാധനങ്ങളും ദേര സിറ്റി സെൻറ്ററിൻ്റെ ഈ ഒരു കാരിഫോറിന്ന് എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഇങ്ങനെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവും. എൻ്റെ പാത്രങ്ങളെല്ലാം അധികം ഇവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിന്. പിന്നെ കുറേ ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായി ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞേരം പാത്രങ്ങളെല്ലാം നാട്ടിലേക്ക് അയച്ചു തരാം ഇർഫാനാന്നെല്ലാം ചോദിച്ചിട്ട്. ഇൻഷാ അല്ലാ കുറേ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. ഒരു 10ൽ കൂടുതൽ ആൾക്കാർ അങ്ങനെ ഓർഡർ തരുവാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ അയച്ചു തരാം. കാര്യം കുറച്ചെല്ലാം ആകുമ്പോൾ നമുക്ക് പാർസലാക്കുമ്പം നഷ്ടമായിട്ട് മാറും. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരങ്ങനെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അയച്ചു തരാം കേട്ടോ. നിങ്ങളില്ലേ എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ. ട്രെൻഡോളിൽ നിന്നായാലും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ നിന്ന് നല്ല നല്ല എന്താ പറയുക ഡിന്നർ സെറ്റും കാര്യങ്ങളും കുക്കിംഗ് പോട്ടും കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തോട്ടോ. കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എൻ്റെ നമ്പറില്ലേ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. കുറേ ആൾക്കാർക്ക് ട്രെൻഡുകൾ ഇല്ലല്ലോ, അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് നാട്ടിൽ കിട്ടാൻ എന്താ വഴിയെന്നെല്ലാം ചോദിക്കലുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ കുറേ പാത്രങ്ങൾ നാട്ടിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നോട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും എനിക്ക് നാട്ടിലേക്ക് വരുമ്പം കൊണ്ടുവരേണ്ട, കുറച്ച് നാൾ ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പം ഞാൻ അയച്ചു തരാം കേട്ടോ, നിങ്ങളെന്നെ കോൺടാക്റ്റ് ചെയ്തോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ നേരം വീഡിയോസും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അയച്ചു തരാം. പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം എടുക്കണം.
ഇനിയിപ്പോൾ ഇതാ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോലാന്ന് കേട്ടോ, ബില്ല് ചെയ്തിട്ട് അങ്ങനെ പോലാന്ന്. പിന്നെ തിബയിൽ പോയിട്ട് റിബനീസ് എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോലാണ്. പിന്നില്ലേ കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. മൈജമയും ട്വിൻസാണെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, 1.5 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ പിന്നെ കൂടെയുള്ളത് ആരാന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടെയുള്ളത് എൻ്റെ ഉമ്മയാണ് കേട്ടോ, പുതിയ സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ട്. അതിനെന്താ ബിസിനസ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ബിസിനസ് എന്താണെന്നെല്ലാം ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോയിലെല്ലാം പറയാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ പിന്നെന്താ കുറേ കമൻറ്റ്സ് എല്ലാം കണ്ടിട്ടുണ്ടായിന്. കുറേ ആൾക്കാർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിന്, കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടില്ല, സോറി, കുറച്ച് തിരക്കിലായതുകൊണ്ടാണ്. പിന്നെ കുറേ ആൾക്കാർ റെസിപ്പി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്, ഈസി സ്നാക്സിൻ്റെ റെസിപ്പീസും കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാഹ് വീഡിയോ ചെയ്യാട്ടാ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നാട്ടിൽ എങ്ങനത്തെ വീഡിയോസാണോ ഉള്ള അതുപോലത്തെ വീഡിയോസ് തന്നെയായിരിക്കും. പിന്നെ പുതിയ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും റൂം ടൂറ് ഞാൻ ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാട്ടാ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കുറേ ആൾക്കാർ റൂം എവിടെയാണ്, ധൈര്യയിലാണെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. ധൈര്യയിലൊന്നല്ല കേട്ടോ, ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇവിടെ നിൽക്കുന്നവർ തന്നെ ചോദിക്കലുണ്ട് റൂമിന് റെൻറ്റ് എത്രയാണ്, നിങ്ങൾ എവിടെയാണ് താമസിക്കാമെന്നെല്ലാം ചോദിക്കലുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം ഇൻഷാ അല്ലാഹ് ഞാൻ റൂം ടൂറായിട്ട് നാളെ ചെയ്യാം കേട്ടോ. പിന്നെന്താ ഇനിയിപ്പോൾ ഇതാ നമ്മൾ പോലാണ്. പിന്നെ നമ്മളില്ലേ തിബയിൽ മന്തി കഴിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിന്. അവിടെ ആണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പോകണം. നമുക്ക് അറിയില്ല, നോമ്പിൻ്റെ ടൈമിൽ എന്തായാലും കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെ ബുക്ക് ചെയ്തിട്ടൊന്നല്ല പോയാൽ അങ്ങനെ സീറ്റ് കിട്ടി. റിബനീസാണ് ഓർഡർ ചെയ്തത്. ഭയങ്കര ടേസ്റ്റ് അല്ലേ, അതെല്ലാം കഴിച്ച്. പിന്നെ ട്രോളി ഇല്ലാത്തതുകൊണ്ടില്ലേ ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു ബോക്സും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് അതിലാണ് കേട്ടോ റൂമിലേക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. പിന്നെന്താ റൂമിലെത്തിയിട്ട് ഇനിയിപ്പം സാധനങ്ങളെല്ലാം അതത് സ്ഥാനത്ത് അങ്ങനെ വെച്ച് കൊടുക്കലാണ്. പിന്നെ ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ കാണാൻ അധികം ആൾക്കാർക്കും ഇഷ്ടമായിരിക്കും. എന്നോട് ചോദിക്കലുണ്ട് അധികം ഗ്രോസറി ഷോപ്പിംഗ് കാണിക്കണേ, ഇർഫാന 1 മാസത്തേക്ക് വാങ്ങുന്ന സാധനങ്ങൾ കാണിക്കണേ. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് വീഡിയോ ആയിട്ട് ഷെയർ ആക്കിയേ. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും. അങ്ങനെ പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഗിവ് അവേ വെച്ചിട്ടില്ലേ 10,000 റുപ്പീസാന്ന് പറഞ്ഞിട്ട് ആദ്യം ചെയ്തത്, അതിൽ വിന്നർ നതാഷ ഇബ്രാഹിമാണ്. ആളെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിന്. ആൾ പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ശരിക്കും എന്താ പറയുക അത്ഭുതമായിട്ട് തോന്നിയെന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിന്. ആളുടെ ക്യാഷ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയില്ലേ അടുത്ത ഇത് ഞാൻ ഗിവ് അവേ ചെയ്തത് 5,000 റുപ്പീസ് അല്ലേ, അതിൻ്റെ റിസൾട്ട് നാളെ പറയാം കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റ ഇതുവരെ ഫോളോ ആക്കാത്തവരാണെങ്കിൽ ഫോളോ ആക്കാം. പിന്നെന്താ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാ ലിങ്കും കാര്യങ്ങളും കൊടുക്കാം കേട്ടോ. ഞാൻ അതിൽ ഒരുപാട് ഗിവ് അവേയും കാര്യങ്ങളും വെക്കും. പിന്നെ ട്രെൻഡോണിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളില്ലേ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്തോ. എല്ലാ ഐറ്റംസും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും അത്രയും വിലക്കുറവിൽ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. ഇത്രയും ചീപ്പ് റേറ്റിലാണോ സാധനങ്ങൾ ഇവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് തോന്നും. നമ്മളിപ്പോൾ 500 ദിർഹംസിനെല്ലാം വാങ്ങുന്ന ഒരു കുക്ക് വെയർ സെറ്റ്, നല്ല ക്വാളിറ്റിയിലെ കുക്ക് വെയർ സെറ്റെല്ലാം ഒരു 60 ദിർഹംസിന് 30 ദിർഹംസിന് 90 ദിർഹംസിനെല്ലാം കിട്ടുമ്പോൾ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും കേട്ടോ. അപ്പം ട്രെൻഡുകൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്തോ. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ആക്കാത്തവരാണെങ്കിൽ ഫോളോ ആക്കാം കേട്ടോ. ഞാൻ ഒരുപാട് ഗിവ് അവേയും കാര്യങ്ങൾ അതിൽ വെക്കുന്നുണ്ട്. പിന്നെ നാളത്തെ റിസൾട്ട് ഇൻഷാ അല്ലാഹ് ഇപ്പം ഞാൻ 3 ദിവസത്തെ ഗിവ് അവേ വെച്ചിട്ടില്ല, അതിൻ്റെ റിസൾട്ട് ഞാൻ നാളെ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ അടുത്ത് കാണിച്ചിട്ടില്ല ഒരു ഫ്രൂട്ട്, അത് ഖുറാനിൽ പറഞ്ഞൊരു ഫ്രൂട്ടല്ലേ, അത്തീനും ഒലീവും തന്നെയാണ് സത്യം എന്ന് അതിനെ തൊട്ടിട്ടെല്ലാം സത്യം ചെയ്തിട്ടില്ല ഖുറാനിൽ. അപ്പോൾ അത്രയും നല്ലൊരു ഫ്രൂട്ട് ആയതുകൊണ്ടായിരിക്കൂലേ. വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ അതൊരിക്കൽ വാങ്ങിയിട്ട് അങ്ങനെ കഴിച്ചു നോക്കണേ. ഇങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാവരും വാങ്ങിയവർ തന്നെ ആയിരിക്കും, എന്നാലും കഴിക്കാത്തവരെന്തായാലും വാങ്ങി നോക്കിക്കോ. അത്രയും ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലേ ഖുറാനിൽ അതിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും അങ്ങനെ നോക്കിയിട്ട് എടുക്കലാണ്. സത്യം പറഞ്ഞാലില്ലേ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഭയങ്കര മടിയുള്ള കാര്യമല്ലേ, എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് എടുത്തു വെക്കുന്ന കാര്യമാണ്. പക്ഷേ ഇല്ലേ ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാർക്കെല്ലാം ഇങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എടുത്തു വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. പിന്നെന്താ മോനിക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിനെ. ഓനിക്ക് നോമ്പുണ്ടാവില്ലല്ലോ. പിന്നെ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിന്. ചില ടൈമെല്ലാം നമുക്ക് റോളെല്ലാം ആക്കിയിട്ട് കഴിക്കാമെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. നോമ്പ് തുറന്ന ടൈമെല്ലാം സ്നാക്കെല്ലാം ആക്കാമല്ലോ. റോൾ ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെല്ലാം പൊറോട്ട വെച്ചിട്ട് സ്നാക്ക് ആക്കാൻ അടിപൊളിയല്ലേ. അങ്ങനെ പിന്നെന്താ ഫ്രോസൺ വെജീസും കാര്യങ്ങളും
അങ്ങനെ ഓറഞ്ച് അങ്ങനെ ഫ്രൂട്ട്സ് നോമ്പിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും അങ്ങനെ ഒരു മാസത്തേക്കുള്ള ഗ്രോസറി ഷോപ്പിംഗ് മൊത്തത്തിൽ നടത്തിയിട്ടുണ്ടായിനെ. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെയാണ്. ജസ്റ്റ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ ഷോപ്പിൽ പോയാലും വീഡിയോ എന്താ പറയുക, ഒരു വീഡിയോ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഡെയിലി വീഡിയോ ഇടണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഷെയർ ആക്കിയതാണ്. പിന്നെ ഇന്നത്തെ നോമ്പ് തുറവും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇല്ല. നമ്മൾ എന്താ പറയുക, സിറ്റി സെൻറ്ററിൽ നിന്ന് തന്നെ വെള്ളവും ഇത്തുപ്പെല്ലാം കുടിച്ചിട്ട് അങ്ങനെ നോമ്പ് തുറന്നിട്ടുണ്ടായിനി. എന്നിട്ട് പിന്നെ തിബയിൽ പോയിട്ട് ഫുഡെല്ലാം കഴിച്ച് റൂമിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാ നാളെ നാളെ ഇൻഷാ അല്ലാ ഞാനിൽ റൂം ടൂർ ചെയ്യാം കേട്ടോ. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാ നല്ല റെസിപ്പിയും കാര്യങ്ങളെല്ലാം ആയിട്ട് നോമ്പ് തുറ നാട്ടിലുള്ള പോലെ തന്നെ വീഡിയോസ് ഷെയർ ആക്കാം. പിന്നില്ലേ ഞാൻ സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിനെ, നല്ല ഫ്രഷ് സ്ട്രോബെറിയാണ്. പക്ഷേ ഇല്ല, അതിന് മുകളിലായിട്ട് കുറേ ഐറ്റംസ് ഇവർ കൊണ്ടുവച്ചുകൊണ്ട് എല്ലാം ഉടനെ പോയിട്ടുണ്ടായിന്. എന്നിട്ട് അത് ആദ്യം ഫ്രീസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി കൊടുക്കലാണ്. അപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.